ഇനി പറയാൻ പോകുന്നത് തുള്ളലിനെ പറ്റിയാണ്. അപ്പോൾ തുള്ളൽ നോക്കാം. തുള്ളൽ ആവിഷ്കരിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. ക്ഷേത്രകലകളിൽ ജനകീയം, സാധാരണക്കാരൻ്റെ കഥകളി, നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹ്യ വിശകലനവും ചേർന്ന ചടുല നൃത്ത അവതരണമാണ് തുള്ളലെന്ന് പറയുന്നത്. അപ്പോൾ തുള്ളൽ ആവിഷ്കരിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. ക്ഷേത്രകലകളിൽ ജനകീയമാണ്, സാധാരണക്കാരൻ്റെ കഥകളി, നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹ്യ വിശകലനവും ചേർന്ന ചടുല നൃത്ത അവതരണമാണ് തുള്ളലെന്ന് പറയുന്നു. തുള്ളൽ എന്ന് വെച്ചാൽ നൃത്തം എന്നാണ് അർത്ഥം. നൃത്തം ചവിട്ടിക്കൊണ്ടും പാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലൂടെ കഥ പറയുന്ന സമ്പ്രദായമാണ് തുള്ളലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ തുള്ളൽ എന്ന് പറഞ്ഞാൽ നൃത്തമാണ്. അപ്പോൾ നൃത്തം ചവിട്ടിക്കൊണ്ടും പാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലൂടെ കഥ പറയുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുവരുന്നത്. 3 തരം തുള്ളലാണുള്ളത്: ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ. 3 തരം തുള്ളലുകളാണ്: ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ. ഓട്ടംതുള്ളലിൻ്റെ ജന്മസ്ഥലം അമ്പലപ്പുഴയാണ്. ഓട്ടംതുള്ളലിൻ്റെ ജന്മസ്ഥലം അമ്പലപ്പുഴയാണ്. ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് ചാക്യാർകൂത്ത് നടക്കുന്ന സമയം കുഞ്ചൻ നമ്പ്യാരായിരുന്നു മിഴാവ് വായിക്കുന്നത്. ആ സമയം നമ്പ്യാർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോവുകയും ചാക്യാർ സദസ്സിന് മുമ്പിൽ വെച്ച് പരിഹസിക്കുകയും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ചാക്യാർകൂത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. അത് നമ്പ്യാർക്ക് കോപവും ദുഃഖമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പുള്ളി നമ്പ്യാർ ഇതിൻ്റെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന നിലയിൽ ഒരു പുതിയ കലാരൂപമായിട്ട് തുള്ളൽ കൊണ്ടുവരികയും ചെയ്തു എന്നാണ് തുള്ളലിനെ പറ്റിയുള്ളൊരു ഐതിഹ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ തുള്ളൽ എന്ന് വെച്ചാൽ നൃത്തം ചവിട്ടിക്കൊണ്ടും പാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലൂടെ കഥ പറയുന്ന സമ്പ്രദായം. 3 തരം തുള്ളലുണ്ട്: ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ. ഓട്ടംതുള്ളലിന് ജന്മസ്ഥലം അമ്പലപ്പുഴയാണ്. ഭൂതകാലത്തിലുള്ള തുള്ളൽ ഓട്ടംതുള്ളലാണ്. ഭൂതകാലത്തിൽ ഉള്ള തുള്ളലാണ് ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. തുള്ളൽ അവതരിപ്പിക്കാൻ രംഗത്തുള്ളവർ 3 പേരാണ്. തുള്ളൽക്കാരൻ, മന്ദളക്കാരൻ, താളക്കാരൻ. അപ്പോൾ തുള്ളൽ അവതരിപ്പിക്കാൻ രംഗത്തുള്ള 3 പേരുണ്ട്: തുള്ളൽക്കാരൻ, മന്ദളക്കാരൻ, താളക്കാരൻ. പാടുകയും കൈമുദ്ര കാണിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്നത് തുള്ളൽക്കാരനാണ്. കാണിക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് തുള്ളൽക്കാരനാണ്. അപ്പോൾ ഭൂതകാലത്തുള്ള തുള്ളലാണ് ഓട്ടംതുള്ളൽ. തുള്ളൽ അവതരിപ്പിക്കാൻ രംഗത്തുള്ളവർ 3 പേരാണ്: തുള്ളൽക്കാരൻ, മന്ദളക്കാരൻ, താളക്കാരൻ. പാടുകയും കൈമുദ്ര കാണിക്കുകയും അഭിനയിക്കുകയും കൂടെ ചെയ്യുന്ന ആളാണ് തുള്ളൽക്കാരൻ എന്ന് പറയുന്നത്. ചാക്യാർകൂത്തിന് പകരമായി കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കലാരൂപമാണ് തുള്ളലെന്ന് പറയുന്നത്. അപ്പോൾ ചാക്യാർകൂത്തിന് പകരമായി കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കലാരൂപം തുള്ളലാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി അവതരിപ്പിച്ച തുള്ളലാണ് ശീതങ്കം തുള്ളൽ. അപ്പം കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് അവതരിപ്പിച്ച തുള്ളൽ ശീതങ്കം തുള്ളലാണ്. കിരീടമില്ലാത്ത തുള്ളലും ശീതങ്കം തുള്ളലാണ്. അപ്പോൾ ചാക്യാർകൂത്തിന് പകരമായി കുഞ്ചൻ നമ്പ്യാർ, നമ്മളൊരു ഐതിഹ്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചാക്യാർകൂത്തിന് പകരമായിട്ട് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കലാരൂപമാണ് തുള്ളലെന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി അവതരിപ്പിച്ച തുള്ളൽ ഏതാണെന്ന് ചോദിച്ചാൽ ശീതങ്കം തുള്ളൽ. കിരീടമില്ലാത്ത തുള്ളൽ എന്ന് ചോദിച്ചാലും ശീതങ്കം തുള്ളൽ തന്നെയാണ്. അടുത്തത്, തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണി വൃത്തമാണ്. തരങ്കിണി വൃത്തത്തെയാണ് തുള്ളൽ വൃത്തമെന്ന് അറിയപ്പെടുന്നത്. ഓട്ടം തുള്ളലിലെ പാട്ടിനുപയോഗിക്കുന്ന വൃത്തം തരങ്കിണി വൃത്തമാണ്. ഓട്ടംതുള്ളലിലെ പാട്ടിനുപയോഗിക്കുന്ന വൃത്തമാണ് തരങ്കിണി വൃത്തം. പറയൻ തുള്ളലിലെ പാട്ടിന് ഉപയോഗിക്കുന്ന വൃത്തം മല്ലികാ വൃത്തം. അപ്പോൾ തുള്ളൽ വൃത്തത്തിൻ്റെ വൃത്തമെന്നറിയപ്പെടുന്നത് തരങ്കിണി വൃത്തമാണ്. ഓട്ടംതുള്ളലിൽ പാട്ടിനുപയോഗിക്കുന്ന വൃത്തം തരങ്കിണി വൃത്തമാണ്. പറയൻ തുള്ളലിലെ പാട്ടിനുപയോഗിക്കുന്ന വൃത്തം ഏതെന്ന് ചോദിച്ചാൽ മല്ലികാ വൃത്തമാണ്. അടുത്തത്, ശീതങ്കം തുള്ളലിലെ പാട്ടിനുപയോഗിക്കുന്ന വൃത്തം കാകളി വൃത്തമാണ്. ശീതങ്കം തുള്ളലിലെ പാട്ടിനുപയോഗിക്കുന്ന വൃത്തം ഏതാണ്? കാകളി വൃത്തം. തുള്ളൽ രൂപപ്പെടുത്തുന്നതിന് കുഞ്ചൻ നമ്പ്യാർ ആശ്രയിച്ച കലാരൂപമാണ് പടയണി. അപ്പോൾ പടയണിയെ ആശ്രയിച്ചാണ് തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ചെമ്പടത്താളം, ഗണപതി താളം എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓട്ടംതുള്ളലുമായിട്ടാണ്. അപ്പോൾ ശീതങ്കം തുള്ളലിലെ പാട്ടിനുപയോഗിക്കുന്ന വൃത്തം എന്ന് പറയുന്നത് കാകളി വൃത്തമാണ്. തുള്ളൽ രൂപപ്പെടുന്നതിന് കുഞ്ചൻ നമ്പ്യാർ ആശ്രയിച്ച കലാരൂപം പടയണിയാണ്. ചെമ്പട താളം, ഗണപതി താളം എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓട്ടംതുള്ളലുമായിട്ടാണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യനാണ്, ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ, നമുക്കറിയാം. കേരള കലാമണ്ഡലത്തിൽ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? കലാമണ്ഡലം ദേവകിയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകി, രേവതിയല്ല, ദേവകിയാണ്. കേരളത്തിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഓട്ടംതുള്ളൽക്കാരിയും കേരള കലാമണ്ഡലത്തിൽ തുള്ളലിൻ്റെ ആദ്യ വിദ്യാർത്ഥിയുമായ കലാകാരിയാണ് കലാമണ്ഡലം ദേവകി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഓട്ടത്തുള്ളൽ കലാകാരിയും കേരള കലാമണ്ഡലത്തിലെ
തുള്ളലിൻ്റെ ആദ്യ വിദ്യാർത്ഥിയുമായ കലാകാരിയാണ് കലാമണ്ഡലം ദേവകി. അപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിതയായിരുന്നു ചോദിച്ചാൽ കലാമണ്ഡലം ദേവകിയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശീതംഗം തുള്ളൽ, അതിൽ വരുന്നത് കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിത്രം. അപ്പം ശീതംഗം തുള്ളലിൽ വരുന്നത് കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിത്രം. പറയൻ തുള്ളലിൽ വരുന്നത് പാഞ്ചാലി സ്വയംവരം, ത്രിപുര ദഹനം. പറയൻ തുള്ളലിൽ വരുന്നത് പാഞ്ചാലി സ്വയംവരം, ത്രിപുര ദഹനം. ഓട്ടം തുള്ളലിൽ വരുന്നത് ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം, സെമന്തകം. അപ്പോൾ ശീതംഗം തുള്ളൽ, കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിത്രം. പറയൻ തുള്ളലിൽ പാഞ്ചാലി സ്വയംവരം, ത്രിപുര ദഹനം. ഓട്ടം തുള്ളലിൽ വരുന്നത് ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം, സൈമന്തകം. ഇത്രയും ആണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളെന്ന് പറയുന്നത്.